തിരുവനന്തപുരത്തെ നിന്നുള്ള വിവരങ്ങളിലേക്കാണ്. തെക്കൻ കേരളം ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണെന്ന് റിനു ശ്രീധർ വിശദീകരിക്കും. റിനു, പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെ ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന്? മോർണിംഗ് ടി കെ രജിത്ത്, എന്തായാലും ഒരു വാർത്താ പ്രഭാതം തന്നെയാണ്. വലിയ തിരക്കുള്ള വാർത്തയിലേക്ക് പോകുന്നു ഇന്നത്തെ ദിവസം തന്നെ എന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇന്നോ നാളെയോ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വാർത്താ സമ്മേളനം വിളിച്ചായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു പ്രഖ്യാപനം നടത്തുക. സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നു. അതായത് ഈ മാസം അവസാനവും ഡിസംബർ ആദ്യ ആഴ്ചയിലുമായിട്ടായിരിക്കും ആ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഡിസംബർ 21-ന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്ന തരത്തിലായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരിക എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഗണഗീത വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ ഗണഗീത വിവാദത്തിൽ സ്കൂളിനോട് വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് വിശദീകരണം ചോദിക്കുമെന്നുള്ള ഒരു വിവരമാണ്. എന്തായാലും സ്കൂൾ അധികൃതർ പറയുന്നത് സ്കൂൾ അറിഞ്ഞിട്ടില്ല കുട്ടികൾ ഇങ്ങനെ ഒരു പാട്ട് പാടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ അറിവോടുകൂടിയല്ല എന്നുള്ള വിവാദമാണ്. പക്ഷേ ഇന്ന് ആ ഒരു വിശദീകരണം സ്കൂളിനോട് ചോദിക്കുമെന്നുള്ളതാണ്. മറ്റേറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം. ഇന്നലെ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ അണുബാധയേറ്റ് ശിവപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും എന്നുള്ളതാണ്. അമ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം RDOയുടെ നേതൃത്വത്തിൽ നടത്തി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുമെന്നുള്ളതാണ്. ഇന്നലെ വലിയ വിവാദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു. വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിനൊരു ടീമിനെ തന്നെ പ്രഖ്യാപിക്കും DME എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആശുപത്രിക്ക് പുറത്തുള്ള SAT ആശുപത്രിക്ക് പുറത്തുള്ളവരും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കൊല്ലത്തെ വേണുവിൻ്റെ ചികിത്സാ പിഴവ് മൂലമുള്ള മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് DMEക്ക് അന്വേഷണ സംഘം റിപ്പോർട്ട് കൈമാറും എന്നുള്ളതാണ്. നിലവിൽ ഒരു തരത്തിലുള്ള ചികിത്സാ പിഴവും വേണുവിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്. കാർഡിയോളജി വിഭാഗത്തിൽ നിന്ന് ശേഖരിച്ച ക്യാഷ് ഷീറ്റ് ഉൾപ്പെടെയുള്ള രേഖകളും മറ്റു മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് വേണുവിന് ചികിത്സാ പിഴവൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും കൃത്യമായി പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ റിപ്പോർട്ടിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടതുമാണ്. എന്തായാലും ഇന്ന് ആ റിപ്പോർട്ട് DMEക്ക് കൈമാറും എന്നുള്ളതാണ്. ഇങ്ങനെ വലിയൊരു വാർത്താ തിരക്കിലേക്ക് തന്നെയാണ് ഇന്ന് തലസ്ഥാന നഗരവും തെക്കൻ കേരളവും പോകുന്നത്. റിജിത്ത്, ശരി, വളരെ പ്രധാനപ്പെട്ട വാർത്തകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിനു ശ്രീധർ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.